ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ആർക്ക് വളരെ യൂസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലുള്ള ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. നമുക്കറിയാം, ഒരു ചാനൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഷോർട്സിന് അത്യാവശ്യം നല്ല വ്യൂസ് ഒരു ന്യൂ യൂട്യൂബർക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ ലോങ്ങിന് അങ്ങനെ ലഭിക്കാറില്ല. ലോങ് വീഡിയോക്ക് റീച്ച് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കറിയാം ആ ഒരു 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി മോണിറ്റൈസേഷൻ ആയാൽ തന്നെ നമുക്ക് വരുമാനം കൂടുതൽ ഡോളർ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോക്ക് വ്യൂസ് വരുമ്പോഴാണ്. ഷോർട്സിന് നമുക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് വരുമ്പോഴും വളരെ തുച്ഛമായിട്ടുള്ള ഡോളറാണ് ലഭിക്കുക. എന്നാൽ ലോങ്ങിന് അത്യാവശ്യം നല്ല വ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡോളർ ലഭിക്കാറുണ്ട്. അപ്പോൾ ഒരു ന്യൂ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് അവരിടുന്ന ലോങ് വീഡിയോക്ക് വ്യൂസ് വരിക എന്നുള്ളതാണ്. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളൊക്കെ ചാനലിൽ വീഡിയോസ് ചെയ്യുമ്പോൾ ഷോർട്സിന് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരിക്കും, എന്നാൽ ലോങ് വീഡിയോക്ക് വ്യൂസ് ഉണ്ടാവില്ല. ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലനൊരു അപ്ഡേറ്റ് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയാം. സാധാരണ നമ്മളൊരു അപ്ഡേറ്റ് വരുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, ഒരു ക്രിയേറ്റർ ചിന്തിക്കുന്നത് ഇതൊക്കെ വലിയ വലിയ ക്രിയേറ്റേഴ്സിനായിരിക്കും യൂസ്ഫുൾ ആവുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് ചെറിയ സബ്സ്ക്രൈബേഴ്സ്, അതായത് നമുക്ക് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കുറവാണോ അത്രത്തോളം നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമുക്ക് 500 സബ്സ്ക്രൈബർ ആണ് നമുക്കുള്ളത് എങ്കിൽ ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കുമ്പോൾ യൂട്യൂബിന്റെ വക കൂടുതൽ ബോണസ് പോയിന്റ് ലഭിക്കും. നമുക്ക് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ യൂട്യൂബിന്റെ വക കുറവ് ബോണസ് പോയിന്റ് ആണ് ലഭിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ ലഭിക്കുകയാണെങ്കിൽ, നമ്മുടെ ചാനലിന് 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിൽ നമുക്ക് കൂടുതൽ പോയിന്റ് യൂട്യൂബ് തരും. പക്ഷെ കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ, 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണെങ്കിൽ വളരെ കുറച്ച് പോയിന്റേ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ചാനലിന് സബ് കുറവാണെങ്കിൽ കൂടുതൽ പോയിന്റ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ചാനലിൽ സബ് കുറവുള്ളവർക്ക് ഇത് എങ്ങനെ യൂസ്ഫുൾ ആകുന്നു എന്നുള്ളത്. അപ്പൊ ഞാനിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പൊ എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ ഹൈപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഹൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാദ്യം നോക്കാം. എന്താണ് ഈ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഓപ്ഷൻ വരും, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്, വോട്ട് ചെയ്യാം. അപ്പൊ ആ വോട്ട് ചെയ്യുമ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യും? അവർക്ക് ഇത്ര പോയിന്റ് കൊടുക്കും. അപ്പൊ അവരുടെ സബ്സ്ക്രൈബ് കൗണ്ടിനനുസരിച്ച് അത് കൂടുകയും കുറഞ്ഞൊക്കെ ഇരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു വ്യൂവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ആ വീഡിയോനെ വോട്ട് ചെയ്തിട്ട് കൂടുതൽ ആ വീഡിയോക്ക് റീച്ച് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനും അവർക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കാനും പറ്റുന്ന പുതിയ ഒരു തരം ഫീച്ചറാണ് വന്നിട്ടുള്ളത്. ഇത് ലോങ് വീഡിയോക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്, ഷോർട്സിനില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഹൈപ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മളൊരു ലോങ് വീഡിയോ കാണുമ്പോൾ ആ വീഡിയോക്ക് കമന്റ് ചെയ്യുന്നതിന്റെ കൂടെ ഇപ്പൊ ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ നേരെ ഒരു ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പൊ നമ്മൾ ആ ഒരു ഹൈപ്പിൽ ക്ലിക്ക് ചെയ്ത് വോട്ട് ചെയ്യുന്ന പോലെ നമ്മളൊരു പോയിന്റ് കാർഡ് അല്ലെങ്കിൽ ആഡ് ചെയ്യണം, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആ ഒരു വ്യൂവർക്ക് എന്ത് ചെയ്യാം? ആ ഒരു വീഡിയോക്ക് ഹൈപ്പ് മാർക്ക് കൊടുക്കാൻ, വലിയ വോട്ട് കൊടുക്കാൻ ഇതിനൊക്കെ കഴിയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്ക് ഒരു പോയിന്റ് ലഭിക്കുന്നതാണ്. അങ്ങനെ ആ വീഡിയോ എന്ത് ചെയ്യും? ഒരു ലീഡർ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ ഓരോ റാങ്കിങ്ങിന് അനുസരിച്ചിട്ട് മുന്നോട്ട് വരുന്നതാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എൻ്റെ ചാനലിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിക്കിട്ടും. ജസ്റ്റ് ഹൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആമുഖമായിട്ടൊന്ന് പറഞ്ഞതാണ്. ഞാനത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഹൈപ്പ് ഈ ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇത് ഏതെല്ലാം സമയത്ത് ഏതൊക്കെ വീഡിയോസിനാണ് ലഭിക്കുക, ആർക്കൊക്കെയാണ് ലഭിക്കുക, ഇതിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അങ്ങനെ ബാക്കി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെ റൺ ആകുന്നു എന്നുള്ളത് നോക്കാം.
ഇവിടെ ഞാൻ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ പ്ലേ ചെയ്ത് കാണുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ലൈക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഹൈപ്പ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഇതുപോലെ ലൈക്ക് കൊടുക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കാൻ പറ്റും. അതുപോലെ എത്ര പോയിന്റ് അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹൈപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹെൽപ്പ് യുവർ ഫേവറേറ്റ് ക്രിയേറ്റർ ബി ഡിസ്കവേർഡ് വെൻ യു ഹൈപ്പ് എന്നുള്ളത് കാണാം. അവിടെ എത്ര പോയിന്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് കാണാം. തൊട്ടു താഴെ ഹൈപ്പ് 250 പോയിന്റ്സ് എന്നുള്ളൊരു ഭാഗം കാണാം. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 250 പോയിന്റ് എൻ്റെ ഈ ഒരു വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കാൻ പറ്റും. ഹൈപ്പിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. കാണുന്ന ആൾക്ക് ഇതുപോലെ ഹൈപ്പ് കൊടുക്കുമ്പോൾ ഇപ്പം എൻ്റെ അവിടെ 250 ആഡായി 4090 കാണിക്കുന്നുണ്ട്. അവിടെ റൈറ്റ് സൈഡിൽ ലീഡർ ബോർഡ് എന്നുള്ളത് കാണാം. അപ്പോൾ ആ ഒരു ലീഡർ ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പ് 100 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിസ്റ്റ് കാണാം. അവിടെ മൈ ഹൈപ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ, ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഹൈപ്പ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു വീഡിയോ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ടോപ്പ് 100 എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. അതിൽ ഇതുവരെ ഹൈപ്പ്ഡ് ആ ഒരു ഹൈപ്പിൽ വന്നിട്ടുള്ളതിൽ റാങ്കിങ് അനുസരിച്ചിട്ട് പോയിന്റ് അനുസരിച്ചിട്ട് അവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അവർ പറയുന്നുണ്ട് ഓരോ കാറ്റഗറിയിലും നമുക്കവിടെ കാണാൻ കഴിയും. ഓരോ കാറ്റഗറിയിലും റാങ്കിങ് അനുസരിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും പോയിന്റ് ലഭിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും. അതിൽ ഓരോ 5 മിനിറ്റിലും ഇവരിത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതും അവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആണ് ഈ ഒരു ഹൈപ്പ് പ്രവർത്തിക്കുന്നത്. ഇനി ഇത് ആർക്കൊക്കെ ലഭിക്കുമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ യൂട്യൂബ് പറയുന്നുള്ളത് സ്മോൾ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതായത് മിനിമം 500 സബ് മുതൽ 5 ലക്ഷം സബ് വരെ ഉള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ലഭിക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് മിനിമം വെച്ചിട്ടുള്ളത്. നോർമലി 18+ ഏജ് ഉണ്ടായിരിക്കണം ആളുകൾക്ക്. അതുപോലെ എലിജിബിൾ കൺട്രി, അപ്പോൾ ഇവിടെ ടെൻഷൻ ആവേണ്ട, ഇന്ത്യ എലിജിബിൾ ആണ്. അതുപോലെ യൂട്യൂബ് ടേംസ് ഓഫ് സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനൊക്കെ അനുസരിച്ചുള്ളതായിരിക്കണം. അതുപോലെ ഏതൊക്കെ വീഡിയോസ് ഹൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് അവസാന 7 ദിവസത്തിൽ അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റൂ. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം. എത്ര തവണ ഹൈപ്പ് ചെയ്യാമെന്നുള്ളത്, ഒരാഴ്ചയിൽ നമുക്ക് 3 തവണ ഹൈപ്പ് ചെയ്യാം. അത് ഒരു വീഡിയോക്ക് തന്നെ 3 തവണയായിട്ടും ചെയ്യാം, അതല്ലാതെ സെപ്പറേറ്റും ചെയ്യാം. ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഇന്ത്യയിലും ആ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ക്യാഷ് കൊടുത്തിട്ട് ഹൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിയേറ്റർക്ക് ഈ ഒരു രീതിയിൽ റവന്യൂ ലഭിക്കുന്ന രീതിയിലേക്ക് അത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റർക്ക് മോണിറ്റൈസേഷൻ്റെ ആ ഒരു പ്രത്യേക ടൂൾ പ്രകാരം കൂടുതൽ റവന്യൂ ഒക്കെ ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നിങ്ങളുടെ ഓഡിയൻസ് ആണ് നിങ്ങൾക്കിത് തരേണ്ടത്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് എത്രത്തോളം നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ എത്രത്തോളം ജെന്യുവിൻ ആണ് എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇത് റൺ ആകുന്നത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഓഡിയൻസ് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യൂസ്ഫുൾ ആകും. അതല്ല നമ്മൾ ഫേക്കായിട്ട് കൊണ്ടുവരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്കത് നെഗറ്റീവായിട്ടും വരുന്നതാണ്. എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.